ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാരി ആണെങ്കിൽ അവിടെ ഇരുട്ട് നിന്നത് വേഗം വെട്ടത്തേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് കൂടെ മാറാൻ വേണ്ടിയിട്ട് ആ ഒരു ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കല്യാണി ആണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു മൂലൊക്കെ മാറിയിരിക്കട്ടോ. ആ സമയത്ത് പയസ് നോക്കുമ്പോഴേക്കും ഷാരിനെ കാണുമ്പോ ഷാരി അത് കല്യാണിയാന്ന് വേണ്ടിട്ട് ഒരു കുത്തു കുത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഷാരി അയ്യോ അമ്മേന്ന് വേണ്ടി നിലത്തി വിട്ട് വിട്ട് കരയാട്ടോ. കല്യാണി ഓടിപ്പോയിട്ട് മെയിൻ സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. ഷാരി ആണെങ്കിൽ നിലത്ത് കിടന്ന മരണവെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഒക്കെ വാർന്നു പോയിക്കൊണ്ടിരിക്കുകട്ടോ. വേഗം തന്നെ കല്യാണി കിരണിനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം കിരണും രതീഷും കാറിൽ ഓടി വീട്ടിലേക്ക് എത്താണ്. രതീഷിനോട് കിരൺ പറയണ്ടേ, രതീഷ് വേഗം വാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അകത്തേക്ക് കയറ്റിയാണ്. അവര് നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഷാരിയാണെന്നുണ്ടെങ്കിൽ നിലത്ത് രക്തം വാർന്ന് കിടക്കാണ്. കല്യാണി പണ്ട് ഒരുപാട് രക്തം പോയി കിരണിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാണ്. രതീഷെ പിടിക്കെന്ന് പറഞ്ഞിട്ട് രതീഷും കിരണും കൂടി പിടിച്ച് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ കല്യാണി പണ്ട് ഞാനും കൂടി വരട്ടെ, വേണ്ട കല്യാണി നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിർത്തിയ ശേഷം കിരണും രതീഷും കൂടി ചേർന്നിട്ട് ഷാരിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സരിയുനെയാണ് കേട്ടോ. സരിയു ആണെങ്കിൽ ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കണ്ണാടിയുടെ മുമ്പിൽ സരിയുവിന്റെ പ്രതിബിംബം കാണാൻ കേട്ടോ. പ്രതിബിംബം സരിയുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സരിയു പറയണ്ട, എന്നാലും എന്തായിരിക്കും വിളിക്കാത്തത്? ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് എന്ത് സംഭവിച്ചാലും വിളിച്ചു പറയണമെന്ന്. ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല. സമയം ഇത്രയായല്ലോ, എന്താണ് ഒന്നും അറിയാത്തത്? അമ്മയാണെങ്കിൽ കിടന്ന് ഉറങ്ങിക്കാണുമായിരിക്കും, വിളിക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് സരിയു കേട്ടോ. എന്നിട്ട് ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പൊ തന്നെ വാതിൽ ആരും മുട്ടുവാണ്. സരിയു വാതിൽ തുറക്കുമ്പോഴേക്കും താരാ കേട്ടോ, നിങ്ങൾക്ക് എന്താ ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ മോള് ലേറ്റ് ഇട്ടോണ്ട് വന്നതാണെന്ന് പറയുമ്പോ ലേറ്റ് ഇട്ടത് വരാനിട്ട് നിങ്ങൾ എന്താ എന്റെ റൂമിന്റെ മുമ്പിൽ തന്നെ കുത്തിയിരിപ്പാണോ ഉറങ്ങാതെ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. എന്റെ വാതിൽ കിടന്ന് മുട്ടൊന്നും വേണ്ട, ഞാൻ വാതിൽ തുറക്കാൻ പോണൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സരിയു വീണ്ടും വാതിലൊക്കെ ലോക്ക് ചെയ്ത് കട്ടിലെ മോളിൽ തന്നെ ഒരേ ഇരിപ്പാട്ടോ. എന്നാലും ഒരു വിവരം അറിഞ്ഞില്ലല്ലോ, എന്ത് സംഭവിച്ചെന്തോ. അങ്ങോട്ടേക്കൊന്ന് വിളിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും സംശയമാകും. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കണത് ശരിയല്ല. രാവിലെ ആകുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് സരിയു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രാവിലെ ആയി. സരിയു വീണ്ടും ഇങ്ങനെ എഴുന്നേറ്റ് കാത്തിരുന്നോണ്ടിരിക്കട്ടെ, ആരും വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോഴേക്കും അവിടെ ഒരു ഗ്ലാസ് ചായ ആയിട്ട് താര വരുവാണ്. താര എടുത്ത് സരിയു ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ചായ ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്കും സരിയുടെ അടുത്ത് ചായ കുടിക്കാൻ വേണ്ടി പറയാണ് താര. എനിക്ക് ചായ ഒന്നും വേണ്ട, എന്ത് സംഭവിച്ചറിയാതെ എനിക്കൊരു സമാധാനമില്ല. നിങ്ങൾ എനിക്ക് കുറച്ച് സ്വസ്ഥത തരാവോ? ഒരു സമാധാനം തരില്ല, സ്വസ്ഥത തരില്ല, എനിക്കൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിച്ചതോ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കിരൺ വരുവാണ്. കിരൺ വരുമ്പോ തന്നെ താര പറയുന്നുണ്ട്. കിരൺ വന്നൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ പെട്ടെന്ന് സരിയു ആ ഒച്ചപ്പാട് നിർത്തുവാട്ടോ. കിരൺ പറയുന്നുണ്ട്. കിരണിനെ കാണുമ്പോ സരിയു ചോദിക്കണ്ട, എന്താടാ എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണത്? അത് സരിയു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താടാ, എന്താ കാര്യം എന്ന് സരിയു ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കാട്ടോ. കിരൺ പറയുന്നുണ്ട്, അത് ഇന്നലെ രാത്രി അമ്മയുടെ വീട്ടിൽ ഒരു അരുതാത്ത സംഭവം നടന്നു എന്ന് പറയാണ്. അരുതാത്ത സംഭവം? നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്ത് നടന്നു എന്നാ പറയണത്? എടാ എന്താടാ കാര്യം? നീ എന്താണെങ്കിലും തുറന്നു പറ. അത് ശത്രുക്കളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല സരിയു. ഇന്നലെ രാത്രി ആരോ കല്യാണിനെ കൊല്ലാൻ വേണ്ടി എന്റെ അമ്മയുടെ വീട്ടിൽ മതിൽ കടന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പിന്നെ കല്യാണിന് ഉന്നം വെച്ചത്. പക്ഷെ ആ സമയത്ത് കല്യാണി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മെയിൻ സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ട് അപ്പോ ആ കൊലയാളി കത്തി കുത്തിയത് കല്യാണിനെയല്ല ഷാരി ആന്റീനെയാണ് എന്ന് പറയാണ്. അത് കേൾക്കണത് സരിയു ആകെ ഷോക്ക് ആവണേ. അമ്മേനെയോ? അതെ, ഞാനും രതീഷ് അപ്പൊ തന്നെ വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഷാരി ആന്റി ഇപ്പൊ അപകടനില തരണം ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നാൽ ഞാൻ വേഗം ഡ്രസ്സുമായിട്ട് വരാൻ കിരണേ എന്ന് പറഞ്ഞിട്ട് സരിയു വേഗം അകത്തേക്ക് കയറി പോവാട്ടോ. താര ആകെ വിഷമിച്ചിരിക്കുകയാണ്. താര എടുത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, ആന്റി ശത്രുക്കളൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല ആന്റി. കല്യാണിയാണ് ആ കൊലയാളി ലക്ഷ്യം വെച്ച് വന്നത്. പക്ഷെ കുത്തുകൊണ്ടത് ഷാരി ആന്റിക്കാണ്. ഇവിടെ ഗംഗപ്രസാദിന്റെ കൂട്ടുകാരാണോ വിക്രത്തിന്റെ കൂട്ടുകാരാണോ കുത്തിയതെന്ന് അറിയില്ല. ഒരുപാട് ബ്ലഡ് പോയായിരുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലിൽ അപകടനില തരണം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാനേ പറ്റുള്ളൂ. അല്ല, ആന്റിയുടെ മുഖം എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? എന്തിനും കുഴപ്പമുണ്ട് ആന്റി? ഒന്നുമില്ല എന്ന് പറയാണ്. ഓ, കല്യാണിക്ക് അങ്ങനത്തെ അപകടമൊക്കെ വരുന്നോണ്ട് ആന്റിക്ക് വിഷമമായിരിക്കും അല്ലെ? ഇപ്പൊ താരത്താലയാട്ടുവാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, കല്യാണിക്ക് അപകടം വരുന്നത് ഈ ഇടയ്ക്കല്ലേ? ഇതിനു മുമ്പ് ആന്റി ആകെ വിഷമത്തിൽ തന്നെയായിരുന്നല്ലോ. മുമ്പൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും
ആന്റിയുടെ വീട്ടിലൊക്കെ മാറി മാറി നിൽക്കുമായിരുന്നു. ഇപ്പൊ അമ്മയുടെ വീട്ടിലും പോകുന്നില്ല, ഞങ്ങളുടെ വീട്ടിലും വരുന്നില്ല. കല്യാണിക്ക് ഇതിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ആന്റി ഓടി വരുമായിരുന്നു, ഇപ്പൊ വരാറില്ല. എന്താ ആന്റി, സ്വന്തം മോളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ന് വേണ്ടാതായോ? താര കൈകൊണ്ടായോ? അങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കുന്നുണ്ട്. അല്ല, ആന്റിയുടെ മുഖത്ത് എന്തോ വിഷമമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ ആന്റി വിഷമം? എന്താണെങ്കിലും കാര്യം പറ. അപ്പൊ താര ഒന്നുമില്ലെന്ന് പറയാണ്. അപ്പൊ കിരൺ പറയണ്ട, മനസ്സിലുള്ള കാര്യങ്ങൾ വലിച്ചിടാൻ പറ്റുമെന്നില്ലല്ലോ ആന്റി, ആന്റിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറ എന്ന് പറയുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് പെട്ടെന്ന് നിറയാണ്. അയ്യോ ആന്റി, എന്തു പറ്റി? എന്തിനാ വിഷമിക്കുന്നത്? ആന്റി എന്തിനാ കരയണത് എന്ന് കിരൺ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താര. അവിടേക്ക് സരിയു വരുന്നുണ്ട്. എന്താടാ? അല്ല, ആന്റി എന്തെങ്കിലും കരയണത്? ഓ, അത് കല്യാണിക്ക് കുത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ കുത്താൻ വന്ന ഒരാള് വന്നൊക്കെ നീ പറഞ്ഞില്ലേ, അമ്മക്ക് വിഷമമായിട്ടുണ്ടാവും. അമ്മക്ക് കല്യാണിനെ ഭയങ്കര കാര്യമാണല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയാണ്. ആന്റി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഷാരി ആന്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. സരിയു, എന്ന് നമുക്ക് പോയിട്ട് വന്നാലോ? ശരി എന്ന് പറയാണ്. അങ്ങനെ സരിയും കിരണും കൂടി അവിടെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാട്ടോ. പിന്നീട് കാണിക്കണ കല്യാണിനെയാണ്. കല്യാണി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് താരയാണ് അയച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും കല്യാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടെ കിരൺ വരുവാണ്. കിരണിനോട് കല്യാണി ചോദിക്കണ്ട, എങ്ങനെയുണ്ട് ആന്റിക്ക്? അത് രാവിലെ വരാൻ ഞാനും രതീഷും ഐസിയുടെ ഫ്രണ്ടിലായിരുന്നു. അപകടനില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബ്ലഡിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, ഓടി നടപ്പായിരുന്നു. ഇപ്പോഴാണ് ഡോക്ടർമാര് വലിയ കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞത്. ഇത് കണ്ടില്ല കിരണേട്ടാ, താരാന്റി അയച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും മോളെ സൂക്ഷിക്കണം. താരാന്റി എന്താ ഇങ്ങനെ അയച്ചത്? ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അപകടങ്ങളൊക്കെ വരുന്നോണ്ടായിരിക്കും. മുമ്പത്തെ പോലെയല്ല, താരാന്റി ഇപ്പൊ ഇവിടെ വരുന്നേ ഇല്ല. അല്ലേ കിരണേട്ടാ? മുമ്പൊക്കെ നമുക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ച ആന്റി ഇവിടെ വന്ന് ഇവിടെ നിൽക്കുമായിരുന്നു. അത് നീ പറഞ്ഞ ശരിയാ കല്യാണി, ഞാൻ അതിനെക്കുറിച്ച് ആന്റി അടുത്ത് ഇന്നലെ സംസാരിച്ചും ചെയ്തു. പെട്ടെന്ന് ആന്റി പൊട്ടിക്കരയുകയും ചെയ്തു. എന്താ ആന്റി എന്ന് ചോദിച്ചപ്പോ ആന്റി ഒന്നും പറയുന്നില്ല. ഇനി എന്തിനു വിഷമം ഉണ്ടാകോ? ഇനി എന്തിനു വിഷമമായിട്ടായിരിക്കോ? ആയിരിക്കും. ഇപ്പോ സരിയുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടും പിന്നെ നമുക്ക് ഈ അപകടമൊക്കെ പറ്റുന്നത് ആലോചിച്ചിട്ടും ആന്റിക്ക് വല്ലാത്ത വിഷമമായിരിക്കും എന്ന് പറയാണ്. എന്തായാലും ഞാൻ ആന്റി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആന്റിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമോ വേദനയോ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, ഞാനും വരാൻ കിരണേട്ടാ. വേണ്ട കല്യാണി, ഞാൻ പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കുക. പറ്റുമെങ്കിൽ ഞാൻ ആന്റിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ശരി എന്ന് പറയാണ്. അങ്ങനെ കിരൺ നേരെ പോണത് താരയുടെ അടുത്തേക്കാട്ടോ. വാതിൽ ബെല്ലടിക്കുമ്പോഴേക്കും താരയാണ് വാതിൽ തുറക്കുന്നത്. ആന്റി, ഞാൻ ആന്റിനെ കാണാൻ വേണ്ടി വന്നത്. എന്താ ആന്റി? കല്യാണി മോളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ താര പറയണ്ട, അവൾക്ക് ഇടക്കിടക്ക് അപകടം വരുന്നുണ്ടല്ലോ. അത് പറഞ്ഞ ശരിയാ ആന്റി, അവൾക്കൊരു കുത്ത് കിട്ടിയേ ഉള്ളൂ. ആ കൊലയാളി എങ്ങനും അവൾക്കാണ് കുത്ത് കൊടുത്തേന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഇന്നത്തോട് തീർന്നാനെ. എല്ലാവരും കല്യാണിയാണ് ഉന്നം വെക്കണത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, എല്ലാ വീടുകളുടെ നെടുന്തൂണ് അവളാണെന്ന് കൊലയാളികൾക്കറിയാം. അവളില്ലാതെ കഴിഞ്ഞാൽ വീടുകൾ ഉറങ്ങിപ്പോകുന്നു, ബാക്കിയവര് മരിച്ച അവസ്ഥയിലാവുന്നു അയാൾക്കറിയാം. അതുകൊണ്ട് കല്യാണി ലക്ഷ്യം വെച്ച് വരുന്നത്. അല്ല ആന്റി, ആന്റിക്ക് സത്യം പറഞ്ഞ കല്യാണിക്ക് കുത്ത് കിട്ടിയാലും കല്യാണിക്ക് ഈ അപകടം വരുന്നതിന് തന്നെയാണോ വിഷമം? അല്ല, ആരുടെ മുഖം കണ്ടിരിക്കും വേറെ എന്തോ വിഷമമുള്ള പോലെ തോന്നുന്നു. ആന്റി ഇതിനേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ തുടങ്ങിയതാ എന്റെ അച്ഛൻ. പക്ഷെ അച്ഛൻ പോലും പറയുന്നു ആന്റി ഇപ്പൊ മാറിപ്പോയെന്ന്. എന്താ ആന്റി, എന്തിനു പ്രശ്നമുണ്ടോ? സരിയോ എന്തെങ്കിലും ആന്റിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആന്റിക്ക് എന്തു പറ്റി? ഓ, മനസ്സിലായി. സരയോ സ്വന്തം അമ്മേനെക്കാളും പെറ്റമ്മേനെ സ്നേഹിക്കുന്നതിന്റെ ഒരു ചെറിയ പൊസിറ്റീവ്നെസ് ആന്റിക്ക് ഉണ്ടല്ലേ. ആന്റി അങ്ങനെയൊന്നും വിചാരിക്കണ്ട ആന്റി, ഇത്രയും നാള് അവളെ വളർത്തി വലുതാക്കിയത് ഷാരി ആന്റി അല്ലേ. അവൾ അമ്മ എന്ന് വിളിച്ചതും ഷാരി ആന്റിനാ. അതുകൊണ്ട് ചിലപ്പോ ഇഷ്ടം കൂടുതൽ ഷാരി ആന്റി അടുത്ത് ഉണ്ടാവുമായിരിക്കും. അതൊന്നും ആന്റി കണക്കിലെടുക്കണ്ട. അതാണ് ആന്റിയുടെ വിഷമം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആന്റി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവൾക്ക് നിങ്ങൾ രണ്ടുപേർത്തും ഒരുപോലെ സ്നേഹമാ. പിന്നെ കുറച്ച് സ്നേഹം ഷാരി ആന്റിക്ക് അടുത്ത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഭഗവാൻ കൃഷ്ണൻ പോലും അങ്ങനെയല്ലേ. സ്വന്തം അമ്മേനേക്കാളും സ്നേഹം, പെറ്റമ്മേനേക്കാളും സ്നേഹം പോറ്റമ്മേടത്തല്ലേ. അതൊക്കെ അങ്ങനെ കണ്ടാ മതി ആന്റി എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ താരയുടെ വായിൽ തന്നെയാണ് നമ്മുടെ കിരൺ സത്യങ്ങൾ അറിയാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.